ഡിയർ സ്റ്റുഡൻസ്, സെറ്റ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടുകളിൽ റോസ്റ്റർ ഓർ ടാബുലർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, ടൈപ്സ് ഓഫ് സെറ്റ്, സബ്സെറ്റ്, പവർ സെറ്റ്സ് എന്നീ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി പുതിയ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. വെൻ ഡയഗ്രാംസ്. സെറ്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. വെൻ ഡയഗ്രാംസ്. എ വെൻ ഡയഗ്രാം ഈസ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ്. ഒരു പിക്ചർ ഫോമിൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് വെൻ ഡയഗ്രാം എന്ന് വിളിക്കുക. വെൻ ഡയഗ്രാം ഡെവലപ്പ് ചെയ്തത് ഇംഗ്ലീഷ് ലൊജീഷ്യൻ ജോൺ വെൻ ആണ്. വെൻ ഡയഗ്രാം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? സെറ്റിൽ യൂണിവേഴ്സൽ സെറ്റ്, സബ്സെറ്റ് ഇതൊക്കെ കാണാം. യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടും, ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം യൂണിവേഴ്സൽ സെറ്റ്, അതിനെ റെക്റ്റാങ്കിൾ ഫോമിലും, അതേപോലെ സബ്സെറ്റുകളെ സർക്കിൾസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സബ്സെറ്റുകളാണ് എയും ബിയും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളാണ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ എലമെന്റ്സിനെയും കണ്ടെത്താൻ സാധിക്കും. എ, ഇ, ഐ, ഒ, യു ഇതാണ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ്. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഇവിടെ നമുക്ക് കാണാം എയും ഇയും രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഒരു സർക്കിളിന്റെ പോർഷൻ മറ്റൊരു സർക്കിളിലേക്ക് കയറി വന്നിരിക്കുന്നത് കാണാം. എയും ഇയും കോമൺ പോർഷൻസ് ആയതുകൊണ്ട്, കോമൺ പാർട്ടിൽ പെട്ടതായതുകൊണ്ടാണ്, കോമൺ എലമെന്റ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെ കാണാം. എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8, 10. എ എന്ന് പറയുന്നതാണ് ഗ്രീൻ സർക്കിൾ. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ സബ്സെറ്റുകളാണ് എയും ബിയും. എയുടെ സബ്സെറ്റ് ആണ് ബി. ബി സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന സർക്കിൾ പൂർണ്ണമായും എയുടെ അകത്താണ് വന്നിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സോ ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2, 4, 6, 8, 10 ഇത്രയും എയുടെ എലമെന്റ്സ് ആണ്. ബിയുടെ എലമെന്റ്സ് ആണ് 4, 6. പൂർണ്ണമായും സബ്സെറ്റ് ആവുമ്പോൾ എയുടെ അകത്താണ് ബി വരയ്ക്കേണ്ടത്. അടുത്ത ടോപ്പിക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. സെറ്റിനകത്ത് വരാവുന്ന ഓപ്പറേഷൻസ്. എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് സെറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നത്? യൂണിയൻ ഓഫ് സെറ്റ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്, കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ്. ഫസ്റ്റ് വൺ, യൂണിയൻ. ലെറ്റ് എ ആൻഡ് ബി ബി any two sets. The union of A and B is the set which consists of all the elements of A and all the elements of B. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റിലെയും എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളുന്ന ഒരു സെറ്റ്. രണ്ട് സെറ്റിലെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് സെറ്റിലെയും എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളുന്ന ഒരു സെറ്റ്. അതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയാ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ശ്രദ്ധിക്കുക. ഇതാണ് യൂണിയൻ എന്നുള്ളതിന്റെ സിമ്പിൾ. എ യൂണിയൻ ബി എന്നാണ് ഇത് വായിക്കുന്നത്. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു എ ഓർ എക്സ് ബിലോങ് ടു ബി. എ യൂണിയൻ ബിയിലെ ഒരു എലമെന്റ് ആണ് എക്സ് എങ്കിൽ എക്സ് എയിലോ അഥവാ ബിയിലോ ഉണ്ടായിരിക്കും. എയിലുള്ള എലമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിയിലുള്ള എലമെന്റ് ആയിരിക്കാം. കാരണം എയും ബിയും ചേർത്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ വെൻ ഡയഗ്രം ആണ് കാണിച്ചിരിക്കുന്നത്. വെൻ ഡയഗ്രത്തില് ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. എയും ബിയും സബ്സെറ്റുകളാണ്. അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എയും ബിയും മുഴുവനായും എ യൂണിയൻ ബിയിൽ വരും. ഈ ഷെയ്ഡ് ചെയ്ത് വച്ചിരിക്കുന്ന പോർഷൻസ്, ഒരു ഗ്രേ കളറിൽ ഷെയ്ഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ മുഴുവൻ പോർഷനും റെപ്രസെന്റ് ചെയ്യുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ്. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്നത് 2, 4, 6, 8. ബി എന്ന് പറയുന്നത് 6, 8, 10, 12. ഫൈൻഡ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എഴുതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ് എഴുതണം.
കൂടാതെ ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത്? 2, 4, 6, 8 എ എന്ന് പറയുന്ന എല്ലാ എലമെന്റ്സും എഴുതി. ബി എന്ന് പറയുന്ന സെറ്റിൽ 6, 8 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. റിപ്പീറ്റ് ചെയ്ത് കോമൺ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം മാത്രം എഴുതുക. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല. 2, 4, 6, 8 then 10, 12 ഇത്രയുമാണ് എ യൂണിയൻ ബിയിൽ വന്നിരിക്കുന്നത്. എയിലെ എല്ലാ എലമെന്റ്സും അവിടെ വന്നിട്ടുണ്ട്, ബിയിലെ എല്ലാ എലമെന്റ്സും അവിടെ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്തു വരുന്ന എലമെന്റ്സ് ഒരു പ്രാവശ്യം മാത്രം എഴുതുക. അതിന്റെ വെൻ ഡയഗ്രം ആണ് ഇവിടെ കാണുന്നത്. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, എ യൂണിയൻ ബി, അതായത് 2, 4, 6, 8, 10, 12 ഇത്രയും വരുമ്പോഴാണ് അത് എ യൂണിയൻ ബി ആകുന്നത്. സം പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് യൂണിയൻ. യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ പ്രോപ്പർട്ടീസ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. എ യൂണിയൻ ബി എടുത്താലും ബി യൂണിയൻ എ എടുത്താലും അത് സെയിം ആണ്, സെയിം സെറ്റാണ്. അതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് വിളിക്കുക. എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അതിൻ്റെ കൂടെ യൂണിയൻ സി, അവിടെ നമുക്ക് കിട്ടുന്ന ആ സെറ്റ് എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് ബി യൂണിയൻ സി ആണ് ഇവിടെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ എ യൂണിയൻ കണ്ടുപിടിച്ചു. അങ്ങനെ ലഭിക്കുന്ന സെറ്റ് ഇത് രണ്ടും സെയിം ആണ്. ഇതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് വിളിക്കുന്നത്. ഈ ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിന്റെ ഓർഡർ അല്പം മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എ യൂണിയൻ ബിയിലാണ് ബ്രാക്കറ്റ് വന്നിരിക്കുന്നത്, ഇവിടെ ബി യൂണിയൻ സിയിലാണ് ബ്രാക്കറ്റ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഓപ്പറേറ്റർ അവിടെ മാറിയിട്ടില്ല, എല്ലായിടത്തും യൂണിയൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെയാണ് അസോസിയേറ്റീവ് ലോ എന്ന് വിളിക്കുക. അടുത്തത് എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു എ. എ യൂണിയൻ നൾ സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റും നൾ സെറ്റും അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടും. അതിനെയാണ് ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. നൾ സെറ്റ്, നൾ സെറ്റ് ഈസ് ദ ഐഡന്റിറ്റി ഓഫ് യൂണിയൻ. നമുക്കറിയാം അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഏത് നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെയിം നമ്പർ. ഏത് നമ്പറിന്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. അത് 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതുപോലെ യൂണിയൻ എന്ന ഓപ്പറേറ്ററിന്റെ ഐഡന്റിറ്റി ആണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. എ യൂണിയൻ എ ഈക്വൽ ടു എ, ദാറ്റ് ഈസ് ഐഡംപൊട്ടന്റ് ലോ. യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ. യൂണിവേഴ്സൽ സെറ്റ് ആണ് ഏറ്റവും വലിയ സെറ്റ്. അതിൻ്റെ കൂടെ മറ്റേത് സെറ്റും യൂണിയൻ എടുത്താലും യൂണിവേഴ്സൽ സെറ്റ് തന്നെ വരികയുള്ളൂ. ലോ ഓഫ് യു. അടുത്ത ഓപ്പറേറ്റർ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ദ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. അതിന്റെ സിമ്പൽ ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ് ഇന്റർസെക്ഷന്റെ സിമ്പൽ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയി വരുന്ന എലമെന്റ്സ്. എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബിയുടെ എലമെന്റ് ആകണമെങ്കിൽ എക്സ് എയിലും ഉണ്ടായിരിക്കണം ബിയിലും ഉണ്ടായിരിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ യൂണിയൻ എടുത്തപ്പോൾ അവിടെ ഉപയോഗിച്ചത് ഓർ ആണ്. ഓർ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ ഇന്റർസെക്ഷന്റെ കേസിൽ ഇവിടെ ആൻഡ് ആണ്. രണ്ട് സെറ്റിലും വരുന്ന എലമെന്റ്സിനെയാണ്, രണ്ട് സെറ്റിലും ഒരേപോലെ ഉണ്ടായിരിക്കണം. അങ്ങനെ വരുന്ന എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുക. ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാം. എ ബി അതിന്റെ കോമൺ പോർഷനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് വിളിക്കുക. ദ ഷെയ്ഡഡ് പോർഷൻ ഇൻഡിക്കേറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. അതിന് എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ യൂണിയൻ കാണാൻ ഉപയോഗിച്ച എക്സാമ്പിൾ തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുകയാണ്. എ എന്ന് പറയുന്നത് 2, 4, 6, 8, ബി എന്ന് പറയുന്നത് 6, 8, 10, 12. എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തുക. ദാറ്റ് ഈസ് കോമൺ ആയിട്ട് വരുന്ന രണ്ട് എലമെന്റ്സ് ആണുള്ളത്, 6ഉം 8ഉം. അതിന്റെ വെൻ ഡയഗ്രാം ശ്രദ്ധിക്കൂ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ കോമൺ പോർഷൻ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് വരുന്ന എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് വിളിക്കുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം.
1 2 3 4 5 6 7 8 9 10. അടുത്തത് ബി എന്ന് പറയുന്ന സെറ്റ് 2 3 5 7. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ ബി എന്ന് പറയുന്ന എലമെന്റ്സ് മുഴുവനായും എ എന്ന് പറയുന്ന സെറ്റിൽ പെട്ടവ തന്നെയാണ്. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ബി എന്ന് തന്നെയാണ് ആൻസർ കിട്ടുക. എ ഇന്റർസെക്ഷൻ ബി കോമൺ ആയിട്ട് വരുന്നത്, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ബി തന്നെയാണ്. 2 3 5 7. അതിന്റെ വെൻ ഡയഗ്രം നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് 1 മുതൽ 10 വരെയുള്ള എലമെന്റ്സ് എല്ലാം വന്നിരിക്കുന്നു. ഈ ഗ്രീൻ കളറിലുള്ള സർക്കിളിനകത്തുള്ള എല്ലാ നമ്പേഴ്സും എയെ റെപ്രസെന്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് റെഡ് സർക്കിളിനകത്ത് വന്നിരിക്കുന്ന എലമെന്റ്സ് ആണ്. ബിയുടെ നമ്പേഴ്സ് എയും ബിയും ഇന്റർസെക്ഷൻ എടുത്താൽ കോമൺ പോർഷൻ വരുന്നത് ബി ആണ്. അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് ബി ഇറ്റ്സെൽഫ്. നെക്സ്റ്റ്, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി എപ്പോഴാണ് നൾ സെറ്റ് ആകുന്നത്? എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും വരുന്നില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് 2 4 6 8, ബി എന്ന് പറയുന്നത് 1 3 5 7. ഇവിടെ എക്കും ബിക്കും കോമൺ ആയി ഒരു എലമെന്റ് പോലും വരുന്നില്ല. അതുകൊണ്ട് എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഡിസ്ജോയിന്റ് സെറ്റ്. ഡിസ്ജോയിന്റ് സെറ്റ്സ്, ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. അവിടുത്തെ വെൻ ഡയഗ്രാം ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, അതിൽ കോമൺ പോർഷൻസ് ഒന്നും തന്നെ ഇല്ല. എക്കും ബിക്കും കോമൺ ആയി വരുന്ന ഒരു ഭാഗവും ഇല്ല. ഡിസ്ജോയിന്റ് സെറ്റ്സ് എപ്പോഴും ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ സർക്കിളുകളായിരിക്കും, അവ ജോയിൻ ചെയ്തിട്ടുണ്ടാകില്ല. ഇത്തരത്തിലാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ്സിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്, then A and B are called disjoint sets. ഇന്റർസെക്ഷൻ എന്ന ഓപ്പറേറ്ററിന്റെ പ്രോപ്പർട്ടീസ്, യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇന്റർസെക്ഷൻ എന്ന ഓപ്പറേറ്ററിന്റെ പ്രോപ്പർട്ടീസ്. അത് ശ്രദ്ധിക്കുക. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ, അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ബ്രാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്നു. അതിനെയാണ് അസോസിയേറ്റീവ് ലോ എന്ന് വിളിക്കുന്നത്. നൾ സെറ്റ് ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു നൾ സെറ്റ്. ലോ ഓഫ് നൾ സെറ്റ്. നൾ സെറ്റും എയും, അവിടെ നൾ സെറ്റും എയും അതിൽ കോമൺ ആയിട്ട് വരുന്നത് 0 എലമെന്റ്സ് തന്നെയാണ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 0 എലമെന്റ്സ്, എ എന്ന് പറഞ്ഞാൽ എയുടെ എല്ലാ എലമെന്റ്സും. കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നൾ സെറ്റ് തന്നെയാണ്. യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ, യൂണിവേഴ്സൽ സെറ്റും യൂണിവേഴ്സൽ സെറ്റിൽ പെട്ടത് തന്നെയാണ് എ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റും ഇന്റർസെക്ഷൻ എയും എടുത്താൽ എ തന്നെയാണ് ആൻസർ. ദാറ്റ് ഈസ് ലോ ഓഫ് നൾ സെറ്റ് ആൻഡ് യു. എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ, ദാറ്റ് ഈസ് ഐഡംപൊട്ടന്റ് ലോ. അഗെയിൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഇന്റർസെക്ഷനും വന്നിട്ടുണ്ട്, യൂണിയനും വന്നിട്ടുണ്ട്. ആദ്യം വന്നിരിക്കുന്നത് ഇന്റർസെക്ഷൻ ആണ്, പിന്നീടാണ് യൂണിയൻ വന്നിരിക്കുന്നത്. ഇവിടെ എഴുതേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് വിളിക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ചെയ്തിരിക്കുന്നത്? ഇന്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യൂണിയൻ. ഇത് നമുക്ക് ഈ സിമ്പിൾസ് നമുക്ക് നേരെ തിരിച്ചു ഉപയോഗിക്കാം. ഇന്റർസെക്ഷൻ വന്ന സ്ഥാനത്ത് യൂണിയനും യൂണിയൻ വന്ന സ്ഥാനത്ത് ഇന്റർസെക്ഷനും ഉപയോഗിക്കാം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി, അങ്ങനെയായി മാറും അത്. ഇവിടെ അതിൻ്റെ കുറച്ച് ഡയഗ്രംസ് കൊടുത്തിട്ടുണ്ട്. ബി യൂണിയൻ സി എന്ന് പറയുന്നത് ബിയും സിയും, ഇവിടെ എയും ബിയും സിയും 3 സെറ്റ് ഉണ്ട്. 3 സെറ്റുകളാണ് ഇവിടെ സബ്സെറ്റുകൾ. യൂണിവേഴ്സൽ സെറ്റിന്റെ 3 സെറ്റ് വന്നിട്ടുണ്ട്. ബിയും സിയുടെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സർക്കിളിലുള്ള എല്ലാ പോർഷനും സി എന്ന് പറയുന്ന സർക്കിളിലുള്ള എല്ലാ പോർഷനും. അതേപോലെ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എക്കും സിക്കും കോമൺ ആയിട്ട് വരുന്നത്, എ എന്ന് പറയുന്ന സർക്കിളിനും സി എന്ന് പറയുന്ന സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോർഷനെയാണ് എ ഇന്റർസെക്ഷൻ സി ആയിട്ട്
ഉപയോഗിക്കുക. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈ സെയിം ആസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇതാണ് ബി യൂണിയൻ സി. ഇതിലെ പോർഷനും എയുമായി അതിനുള്ള ഇന്റർസെക്ഷൻ, അത് ഈ ഒരു ചെറിയ പോർഷനാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതേപോലെ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഈ വെൻ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ റൈറ്റ് സൈഡ് വെൻ ഡയഗ്രമായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എ ഇന്റർസെക്ഷൻ സി ഇവിടെ കണ്ടു. ഇതേപോലെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി വരയ്ക്കാം. ദെൻ അവയുടെ യൂണിയൻ എടുക്കുക. എ ഇന്റർസെക്ഷൻ ബി ഇത്രയും പോർഷനാണ് വരിക, അതിന്റെ യൂണിയൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് രണ്ടും സെയിം ആണെന്ന് കാണാൻ സാധിക്കും. സെറ്റ്സിന്റെ അടുത്ത ഓപ്പറേഷൻ ആണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ദ ഡിഫറൻസ് ഓഫ് സെറ്റ് A and B defined as the set of elements which belong to A but not belong to B. Symbolically, we write A minus B and read as A minus B. A minus B എന്നതാണ് ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നത്. A minus B എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലെ എലമെന്റ്സിനെ ഒഴിവാക്കുക. ഇവിടെ മൈനസ് ആണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമ്പേഴ്സിന് ഓൾജിബ്രിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറൻസ് അല്ല. ഇവിടെ ഉപയോഗിക്കുന്നത് സെറ്റിനകത്ത് വരുന്ന മൈനസ് ആണ്. എ മൈനസ് ബി എന്ന എയും ബിയും രണ്ട് സെറ്റുകളാണ്. എയിൽ നിന്ന് ബിയെ ഒഴിവാക്കുക. അതായത് എക്സ് എന്ന് പറയുന്നത് എ മൈനസ് ബിയിലെ എലമെന്റ് ആകണമെങ്കിൽ എക്സ് എയിൽ ഉണ്ടായിരിക്കണം, അതേ എക്സ് തന്നെ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിന് നമുക്ക് ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എക്സാമ്പിൾസ് പറയാവുന്നതാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ പല ക്ലബ്ബുകളിൽ ഉൾപ്പെടുത്തുന്നു. മാത്തമാറ്റിക്സ് ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, ലാംഗ്വേജ് ക്ലബ്ബ്, ഇത്തരം ക്ലബ്ബുകൾ ഫോം ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒന്നിലധികം ക്ലബ്ബുകളിൽ വരരുത്. ഉദാഹരണമായി മാത്തമാറ്റിക്സ് ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ നേച്ചർ ക്ലബ്ബിൽ വരേണ്ടതില്ല. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ക്ലബ്ബിൽ നിന്ന് നേച്ചർ ക്ലബ്ബിലെ കുട്ടികളെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മാത്തമാറ്റിക്സ് ക്ലബ്ബിലെ കുട്ടികളുടെ സെറ്റ് എടുക്കുക, അതിൽപ്പെട്ട അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും നേച്ചർ ക്ലബ്ബിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ അവിടെ നിന്നും ഒഴിവാക്കുക. മാത്തമാറ്റിക്സ് ക്ലബ്ബാണ് എ എന്ന് സങ്കല്പിക്കുക. എ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ക്ലബ്ബും ബി എന്ന് പറയുന്നത് നേച്ചർ ക്ലബ്ബ്. മാത്തമാറ്റിക്സ് ക്ലബ്ബിൽ നിന്ന് നേച്ചർ ക്ലബ്ബിൽപ്പെട്ട കുട്ടികളെ ഒഴിവാക്കുന്നു. അത്തരത്തിലാണ് നമ്മൾ എ മൈനസ് ബി കണ്ടെത്തുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6, ബി ഈക്വൽ ടു 2 4 6 8. ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. എ മൈനസ് ബി, എ 1 ഉണ്ട്, ബിയിൽ 1 ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ബിയിൽ 1 ഇല്ല, സോ എ മൈനസ് ബിയിൽ നമ്മൾ 1 ഉൾപ്പെടുത്തി. 2 ബിയിൽ വന്നിട്ടുണ്ട്, സോ 2നെ ഒഴിവാക്കി. 3 ബിയിൽ വന്നിട്ടില്ല, 3 അവിടെ നിലനിർത്തി. 4 ബിയിൽ വന്നിട്ടുണ്ട്, 4നെ ഒഴിവാക്കി. 5 ബിയിൽ വന്നിട്ടില്ല, 5 അവിടെ വന്നു. 6 ഇവിടെ ബിയിൽ വന്നിട്ടുണ്ട്, അത് ഒഴിവാക്കി. എ മൈനസ് ബിയിൽ വരുന്ന എലമെന്റ്സ് 1 3 5 ഇത്രയും എലമെന്റ്സ് ആണ്. സോ എ മൈനസ് ബിയിലുള്ള എലമെന്റ്സ് എയിലുള്ള എലമെന്റ്സ് ആണ്, അതിൽ നിന്നും ബി ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ ബി മൈനസ് എ ബിയിലുള്ള എലമെന്റ്സ് ആണ്, അതിൽ നിന്നും എ ഒഴിവാക്കിയിരിക്കുന്നു. 2 എയിലുണ്ട്, അത് ഒഴിവാക്കി. 4 ഒഴിവാക്കി. 6 ഒഴിവാക്കി. 8 ബി എയിലില്ല, 8 എയിലില്ല. സോ 8 മാത്രമാണ് ബി മൈനസ് എയിൽ വരുന്ന എലമെന്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും, എ മൈനസ് ബി എന്ന് പറയുന്നത് ബി മൈനസ് എക്ക് ഈക്വൽ അല്ല. അതിൻ്റെ ഒരു വെൻ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഈ വെൻ ഡയഗ്രാം ശരിക്കും ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. എ മൈനസ് ബി എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത് വച്ചിരിക്കുന്ന പോർഷൻ ആണ്. എ എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റിൽ നിന്ന്
ബിയുടെ ഭാഗമായി വന്നിരിക്കുന്ന എലമെന്റ്സ് ഒഴിവാക്കുന്നു. സോ അവിടെ ശരിക്കും നമ്മൾ ഒഴിവാക്കുന്നത് ആരെയാണ്? എ ഇന്റർസെക്ഷൻ ബിനെയാണ് അവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എ മൈനസ് ബി കിട്ടും. ഇവിടെ നമുക്ക് എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷനും എ ഇന്റർസെക്ഷൻ ബിയും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാം. എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കി നിർത്തിയിട്ടാണ് എ മൈനസ് ബി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ഇന്റർസെക്ഷൻ ബിക്കും എ മൈനസ് ബിക്കും കോമൺ ആയി ഒരെലമെന്റ് പോലും ഇല്ല. അതേപോലെ തന്നെ ബി മൈനസ് എ, ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയാണ് ബി മൈനസ് എ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവ മൂന്നും തമ്മിൽ കോമൺ ആയി ഒരെലമെന്റും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം പ്രത്യേകം പറയാം, എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആകുന്നതാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. ദ ഇന്റർസെക്ഷൻ ഓഫ് എനി 3 ഓഫ് ദീസ് സെറ്റ്സ് ഈസ് ദ നൾ സെറ്റ്. ഈ 3 സെറ്റുകൾക്കും കോമൺ ആയി ഒരെലമെന്റ് പോലും ഇല്ല. ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. Question 1. Find the union of each of the following pairs of set A equal to 1, 2, 3, B equal to null set. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്ന സെറ്റിന്റെയും ബിയുടെയും യൂണിയൻ കണ്ടെത്തുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റിലെയും എലമെന്റ്സ് ഒരുമിച്ച് എഴുതുക, റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3, നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. സോ അതും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1, 2, 3 തന്നെയാണ്, എ തന്നെയാണ്. എ യൂണിയൻ നൾ സെറ്റ് ഈസ് സെയിം ആസ് എ. അടുത്തത്, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6. അവിടെ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ലെസ് ദാൻ, സോ 1 ഇൻക്ലൂഡഡ് അല്ല. 2, 3, 4, 5, 6 ഇൻക്ലൂഡഡ് ആണ്. 6. അടുത്തത് 6 തൊട്ട് 10 വരെ, 6ഉം 10ഉം എക്സ്ക്ലൂഡഡ് ആണ്. 7, 8, 9. എ യൂണിയൻ ബി കണക്കാക്കാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയിലെ എല്ലാ എലമെന്റ്സും എഴുതുക, ബിയിലെ എല്ലാ എലമെന്റ്സും എഴുതുക, റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നില്ല. ഇവിടെ നമുക്കത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോമിലായിരുന്നു. അതുകൊണ്ട് ആൻസറും നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് ബിലോങ് ടു എൻ, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇത്തരത്തിൽ എഴുതാം. അല്ലെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഈ രൂപത്തിലും എഴുതാവുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു 1, 2, 3, 4, B equal to 4, 8, 12, 16, 20, C equal to 2, 4, 6, 12, 14, 16 and D equal to 5, 10, 15, 20. Find. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് ഈസ് യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന സെറ്റുകൾ ഒന്നും കൂടെ നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ്, ബി, സി, ഡി. ആദ്യം നമുക്ക് എ യൂണിയൻ ബി ആണ് കണ്ടെത്തേണ്ടത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതുക, ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതുക, റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. അടുത്തത്, എ ഇന്റർസെക്ഷൻ ബി, കോമൺ ആയി വരുന്ന എലമെന്റ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് എ, ബി. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് നോക്കുക, ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് നോക്കുക. അതിൽ കോമൺ ആയിട്ട് ഒരേ ഒരു എലമെന്റേ വന്നിട്ടുള്ളൂ, 4. അതാണ് എ ഇന്റർസെക്ഷൻ ബി, സെറ്റ് 4. അടുത്തത് എ മൈനസ് ബി. എ മൈനസ് ബി എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? എ എന്ന് പറയുന്ന സെറ്റ്, അതിൽ നിന്ന് ബി ഒഴിവാക്കുക. എ എന്ന് പറയുന്ന സെറ്റില് 1, 2, 3 ഇത്രയും ബിയിൽ വന്നിട്ടില്ല, 4 ബിയിൽ വന്നിട്ടുണ്ട്. 4 ഒഴിവാക്കുക. അപ്പൊ നമുക്ക് കിട്ടുക സെറ്റ് 1, 2, 3 ആണ് എ മൈനസ് ബി. അടുത്തത്
എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി ആദ്യം കാണുക. നമ്മൾ നേരത്തെ ചെയ്തു 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അത് ഇന്റർസെക്ഷൻ സി എടുക്കുക. സി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഇതിന്റെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, അത് 4 ആണ്. അടുത്ത എ യൂണിയൻ ബി മൈനസ് എ. ബി മൈനസ് എ നമ്മൾ ആദ്യം കണ്ടെത്തണം. ബിയിൽ നിന്ന് എ ഒഴിവാക്കുക. ബിയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആകെ 4 മാത്രമേ ഉള്ളൂ. ആ ബി മൈനസ് എയും തമ്മിലുള്ള യൂണിയൻ, എ എന്ന് പറയുന്ന സെറ്റാണ് 1 2 3 4. അതും ബി മൈനസ് എയും യൂണിയൻ കണ്ടെത്തിയാൽ എയിലെ എല്ലാ എലമെന്റ്സും യൂണിയൻ ബിയിലെ എല്ലാ എലമെന്റ്സും. നെക്സ്റ്റ് വൺ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ആദ്യം നമ്മൾ ബി യൂണിയൻ സി കണക്കാക്കുക. ബി യൂണിയൻ സി ആദ്യം കണ്ടെത്തണം. അതിനുശേഷം എയുമായി അതിന്റെ ഇന്റർസെക്ഷൻ കാണുക. കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന സെറ്റും എയുമായുള്ള ഇന്റർസെക്ഷൻ. ഇവിടെ കോമൺ ആയിട്ട് 2 എലമെന്റ്സ് ആണ് വരുന്നത്, 2ഉം 4ഉം. അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ളതായിരിക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അടുത്ത ഓപ്പറേറ്റർ ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കാം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻസ് ഡി. ബി ഇന്റർസെക്ഷൻ ഡി ആണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. ബി ഇന്റർസെക്ഷൻ ഡി എന്ന് നമ്മൾ ആദ്യം കാണണം. ബിയിലും ഡിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് 20 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ കോമൺ ആയി വന്നിട്ടുള്ളൂ. ബി ഇന്റർസെക്ഷൻ ഡിയും എയും തമ്മിലുള്ള യൂണിയൻ കണക്കാക്കുക. എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. യൂണിയൻ 1 2 3 4 ആൻഡ് 20. അടുത്തത് ബി മൈനസ് സി യൂണിയൻ ബി മൈനസ് ഡി. ബി മൈനസ് സി നമ്മൾ ആദ്യം കണക്കാക്കണം. ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സിൽ നിന്ന് സി ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്നത് 8ഉം 20യുമാണ്. 4 12 16 ഇത്രയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ 8ഉം 20യുമാണ് ബി മൈനസ് സിയിൽ നമുക്ക് ലഭിക്കുന്നത്. ബി മൈനസ് ഡി കണക്കാക്കുമ്പോൾ 4 8 12 16 ആണ് ലഭിക്കുന്നത്. ആ 2 സെറ്റിന്റെയും യൂണിയൻ എടുത്താൽ 4 8 12 16 20. ഒരു ഓർഡറിൽ എഴുതി പോയിരിക്കുന്നു എന്നുള്ളൂ. 8 20 ആണ് ആദ്യത്തെ സെറ്റിൽ വന്നിരിക്കുന്നത്. എന്നാലും ഒരു ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും ചെറിയ നമ്പർ, അതിന് തൊട്ട് മുകളിലുള്ള നമ്പർ, അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, എ യൂണിയൻ ഡി മൈനസ് ബി യൂണിയൻ സി. ആദ്യം എ യൂണിയൻ ഡി കണക്കാക്കുക. ബി യൂണിയൻ സി കാണുക. അതിന്റെ ഡിഫറൻസ് കാണുക. എ യൂണിയൻ ഡിയിൽ നിന്നും ബി മൈനസ് സിയിൽ വന്നിരിക്കുന്ന എലമെന്റ്സ് ഒഴിവാക്കുക. ഇവിടെ നോക്കിയാൽ അറിയാം 1 റിപ്പീറ്റ് ചെയ്തുള്ള 1 നമ്മൾ എഴുതി. 3 5 10 15 ഇത്രയും എലമെന്റ്സ് ആണ് എ യൂണിയൻ ഡി മൈനസ് ബി യൂണിയൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. LHS ഈ ഒരു പോർഷനാണ്, RHS ആണ് ഈ പോർഷൻ. ആദ്യം നമുക്ക് LHS കണക്കാക്കാം. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ബി യൂണിയൻ സി അവിടെ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട്. ബി യൂണിയൻ സി നമ്മൾ ആദ്യം കണക്കാക്കുന്നു. അതിന്റെ കൂടെ എ ഇന്റർസെക്ഷൻ കണക്കാക്കുക. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് 2 4. ഇതാണ് LHS. ഇതേപോലെ RHS കാണുക. RHSൽ എ ഇന്റർസെക്ഷൻ ബി കാണുക, എ ഇന്റർസെക്ഷൻ സി കാണുക, അതിന്റെ യൂണിയൻ എടുക്കുക. എ ഇന്റർസെക്ഷൻ ബി, അതിന്റെ ആൻസർ 4 ആണ്. എ ഇന്റർസെക്ഷൻ സി 2 4 ആണ്. അതിന്റെ യൂണിയൻ 2 4. ദാറ്റ് ഈസ് LHS ഈക്വൽ ടു RHS. പ്രൂവ് ദാറ്റിന് സ്റ്റേറ്റ്മെന്റ് 2 സൈഡ് ഉണ്ടാകും, 2 പാർട്ടുകൾ ഉണ്ടാവും. ലെഫ്റ്റ് പാർട്ട്, റൈറ്റ് പാർട്ട്. ലെഫ്റ്റ് പാർട്ടിൽ കിട്ടുന്ന ആൻസർ റൈറ്റ് പാർട്ടിൽ കിട്ടുന്ന ആൻസറിന് ഈക്വൽ ആക്കി മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ, സി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ, ആൻഡ് ഡി ഈക്വൽ ടു
x such that x is a prime number. Then find a intersection b. എല്ലാത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ ആണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്ന എല്ലാ സെറ്റുകളും റോസ്റ്റർ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ ഇത്തരത്തിലാണ് വരുന്നത്. നാച്ചുറൽ നമ്പർ, ഈവൻ നാച്ചുറൽ നമ്പർ, ഓഡ് നാച്ചുറൽ നമ്പർ, പ്രൈം നമ്പേഴ്സ്. ഇനി ഓരോന്നായി ഇൻ്റർസെക്ഷൻ കണക്കാക്കാം. ഈവൻ നാച്ചുറൽ നമ്പേഴ്സും അതേപോലെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പർ തന്നെയാണ്. എ ഇൻ്റർസെക്ഷൻ സി, നാച്ചുറൽ നമ്പറിൻ്റെയും ഓഡ് നാച്ചുറൽ നമ്പറിൻ്റെയും ഇൻ്റർസെക്ഷൻ ഓഡ് നാച്ചുറൽ നമ്പർ തന്നെയാണ്. അടുത്തത് പ്രൈം നമ്പറിൻ്റെയും നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ പ്രൈം നമ്പർ തന്നെയാണ്. ദെൻ അടുത്തത് ബി എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പറും സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പറും. ഇവർ തമ്മിൽ ആരും കോമൺ എലമെന്റ്സ് ഉണ്ടാകില്ല. ആരും കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ കണക്കാക്കിയാൽ നമുക്ക് നൾ സെറ്റാണ് ആൻസറായി വരുന്നത്. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ ഡി. ബി എന്ന് പറയുന്ന ഈവൻ നാച്ചുറൽ നമ്പർ ആൻഡ് ഡി പ്രൈം നമ്പർ. ആകെ ഒരേ ഒരു ഈവൻ നാച്ചുറൽ നമ്പർ മാത്രമേ പ്രൈം നമ്പർ ആയി വരുന്നുള്ളൂ, അത് 2 ആണ്. ബി ഇൻ്റർസെക്ഷൻ ഡിയുടെ ആൻസർ സെറ്റ് 2. സി ഇൻ്റർസെക്ഷൻ ഡി. സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ആൻഡ് ഡി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. ഈ 2 ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ഓഡ് പ്രൈം നമ്പേഴ്സും അതിൻ്റെ ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, R is the set of real numbers, Q is the set of rational numbers, then what is R minus Q? R എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന സെറ്റ്, Q എന്ന് പറയുന്നത് എല്ലാ റാഷണൽ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന സെറ്റ്. ആറിൽ നിന്ന് Q മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ R എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും ഒഴിവാക്കുക. പിന്നീട് വരുന്നത് എന്താണ്? R minus Q എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് irrational numbers. R minus Q is the set of irrational numbers. Next one, which of the following pairs of sets are disjoint? താഴെ തന്നിരിക്കുന്നതിൽ ഏത് പെയേഴ്സ് ആണ് ഡിസ്ജോയിന്റ്? ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആകണമെങ്കിൽ അവയുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കണം. ഒരു എലമെന്റ് പോലും കോമൺ ആയി ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് വൺ നോക്കാം. സെറ്റ് 1, 2, 3, 4 ആൻഡ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആവണം. ഇവിടെ ഫസ്റ്റ് സെറ്റ് 1, 2, 3, 4 ആണ്. സെക്കൻഡ് സെറ്റ് 4, 5, 6 ആണ്. ഇവിടെ കോമൺ എലമെന്റ് 4 ഉണ്ടല്ലോ, അപ്പൊ അത് ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. അടുത്തത് എ ഇ ഐ ഒ യു. അടുത്ത രണ്ടാമത് തന്നിരിക്കുന്ന സെറ്റ് സി ഡി ഇ എഫ് എന്നാണ്. ഇവിടെ ഇ കോമൺ ആണ്. ഇ കോമൺ ആയതുകൊണ്ട് തന്നെ അത് ഡിസ്ജോയിന്റ് അല്ല. അടുത്തത് എക്സ് ഈസ് ആൻ ഈവൻ ഇൻഡിജർ. അടുത്ത എക്സ് ഈസ് ആൻ ഓഡ് ഇൻഡിജർ. ഈവൻ ഇൻഡിജറും ഓഡ് ഇൻഡിജറും തമ്മിൽ ആരും കോമൺ ഇല്ല, അതുകൊണ്ട് അത് നൾ സെറ്റ്. അപ്പോൾ ഡിസ്ജോയിന്റ് സെറ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡ്രോ ദ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ്. എ യൂണിയൻ ബി കോമ എ സബ്സെറ്റ് ഓഫ് ബി. അതായത് എ യൂണിയൻ ബിയും എ സബ്സെറ്റ് ഓഫ് ബിയും ആയിട്ടുള്ള ഒരു വെൻ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. എങ്ങനെയാണ് വരുന്നത്? വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യൂണിവേഴ്സൽ സെറ്റ് റെക്ടാംഗിളിൽ വരയ്ക്കുക. ദെൻ സർക്കിൾ ഉപയോഗിച്ച് സബ്സെറ്റുകൾ എയും ബിയും നമ്മൾ സർക്കിൾ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി വലിയ സെറ്റും എ ചെറിയ സെറ്റുമാണ്. മാത്രമല്ല ബിയുടെ പൂർണ്ണമായും അകത്താണ് എ വരുന്നത്. ബി എന്ന് പറയുന്ന സർക്കിളിനകത്താണ് എ വരുന്നത്. അവയുടെ യൂണിയൻ കണക്കാക്കിയാൽ, എ യൂണിയൻ ബി കണക്കാക്കിയാൽ ബി എന്ന് പറയുന്ന സെറ്റാണ് ആൻസറായി വരുന്നത്. ബി, ഈ ബ്ലൂ കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന മുഴുവൻ പോർഷനുമാണ് എ യൂണിയൻ ബി. അത് ബിക്ക് ഈക്വൽ ആണ് എന്ന് കാണാൻ സാധിക്കും. അടുത്ത ശ്രദ്ധിക്കുക, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇവിടെ പോലെ തന്നെ
എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. അവിടെ വരയ്ക്കുന്ന വെൻ ഡയഗ്രാം യൂണിവേഴ്സൽ സെറ്റ്, സബ്സെറ്റുകൾ, എ എന്ന് പറയുന്ന സർക്കിൾ ബിയുടെ അകത്താണ് വരയ്ക്കേണ്ടത്. ഇന്റർസെക്ഷൻ അതായത് കോമൺ പോർഷൻ കണക്കാക്കുമ്പോൾ അത് എ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് സെയിം ആസ് എ. ഇത്രയും പോർഷൻസ് നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണണം. ഈ പ്രോബ്ലംസ് എല്ലാവരും ട്രൈ ചെയ്യുക. ഇവിടെ പഠിച്ച പോർഷൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും തന്നെ ചെയ്തു നോക്കുക. താങ്ക് യു.